ഇന്നത്തെ വീഡിയോ മുത്തശ്ശി വൈദ്യത്തിലെ ഒരു അപൂർവമായിട്ടുള്ള, അപൂർവം എന്ന് പറഞ്ഞാൽ അല്ല, മുത്തശ്ശി വൈദ്യത്തിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ചെടിയുടെ പേരാണ് ബ്രഹ്മി. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബ്രഹ്മി നീരാണ് എല്ലാ രോഗങ്ങൾക്കുമായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് കൊടുക്കുന്നത്. ശോധന ഇല്ലാതിരുന്നാൽ, ബുദ്ധി ഉണ്ടാവാൻ, ഇത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താം. ചെടിച്ചട്ടിയിൽ വെട്ടെടുത്താൽ വെള്ളമുള്ളെടുത്ത് നട്ടു വളർത്താം. വയലോരങ്ങളിൽ ധാരാളമായിട്ട് ചെളി പ്രദേശങ്ങളിലൊക്കെ നിലങ്ങളിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ അന്വേഷിച്ച് നടന്നാൽ കിട്ടാത്തൊരു ഇതാണ്. അതേ ഇത് തന്നെ വൈദ്യശാലകളിൽ ചെന്ന് കഴിഞ്ഞാൽ കെട്ടുകെട്ടായിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ടാവും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തുകയും ചെയ്യാം. അതുകൂടാതെ കണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനും വലിയവർക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഔഷധമാണ് ബ്രഹ്മി. അപ്പോൾ ബ്രഹ്മിയുടെ ഇതിൽ പൂവുണ്ടാവും, നല്ല മഞ്ഞ നിറത്തിലുള്ള പൂവുണ്ടാവും. ഇലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഈ തണ്ട് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ തണ്ട് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ വേര് വന്നോളും. വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി, മണ്ണിലിട്ട് കൊടുത്ത് വന്നാൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് വേര് പിടിച്ച് വന്നോളും. അതിന് ബ്രഹ്മി. അപ്പോൾ ബ്രഹ്മി നീര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്, അത് തേനും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ കുഞ്ഞിൻ്റെ ഇത് തേനും വയമ്പും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഒരു 90 ദിവസം വരെ ഉള്ള സമയങ്ങളിൽ ഈ ബ്രഹ്മി നീരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രഹ്മി നട്ടു വളർത്തുമ്പോൾ പലരും വന്നിവിടുന്ന് അത് നടാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മി നമുക്ക് വീടുകളിൽ നട്ടു വളർത്താം. അപ്പോൾ മുത്തശ്ശി വൈദ്യത്തിലത്തെ ഒരുപാട് ചെടികൾ ഞാനിവിടെ നട്ടു വളർത്തുകയും ആളുകൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 3-4 കാര്യങ്ങൾ മാത്രം കാര്യമായിട്ട് പറയാം. പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭംഗിന് ഈ ബ്രഹ്മി കിണറ്റിനകത്തിട്ട് വളർത്താൻ പറ്റും. ഒരു നെറ്റ് പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടിയിട്ട് അതിൽ ബ്രഹ്മി വെച്ചിട്ട് കിണറിനകത്ത് കെട്ടിയിട്ടാൽ അവിടെ കിടന്ന് വളർന്നോളും. നമുക്ക് പൊക്കിയെടുത്ത് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അതുകൂടാതെ കണ്ട് കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ ബ്രഹ്മി വളരെ നല്ലതാണ്. ഇതിലുണ്ടാകുന്ന വേരിൽ കിണറ്റിലെ അഴുക്കുകളെല്ലാം വന്ന് അടിയും. അപ്പോൾ നമുക്ക് പൊക്കിയെടുക്കുമ്പോൾ അഴുക്ക് കളഞ്ഞിട്ട് വീണ്ടും ഇടാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ബ്രഹ്മി എടുക്കുകയും ചെയ്യാം, വളർത്തുകയും ചെയ്യാം. അതിന് പറ്റുന്ന ഒന്നാണ് കിണർ. അപ്പോൾ തുറന്ന് കിടക്കുന്ന കിണറ്റിലാവുമ്പോൾ വെയിൽ കിട്ടും. ഇപ്പോൾ തുറന്ന് കിടക്കുന്ന കിണറുകൾ വളരെ അപൂർവമാണ്. അതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടേക്കാണ്. കാരണം ഇതിലെ എല്ലാ സാധനങ്ങളും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിസ്സാരക്കാരനായിട്ടുള്ള ഈ ബ്രഹ്മിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല ഉപയോഗങ്ങൾ പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ പല ചെടികളെക്കുറിച്ച് പറയുമ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ ചെടിയെ മാത്രം പരിചയപ്പെടുത്തിയത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കൂടി വിശദമായിട്ടൊന്ന് പറയണമെന്ന്. വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മിയുടെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ കഴിച്ചാലും ഒന്നും കുഴപ്പമില്ല. ചില ചെടികളെക്കുറിച്ചുള്ളത് പറയുമ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമായിട്ട് മാറും. വൈദ്യന്മാരുടെ അറിവുള്ളവരുടെ ഉപദേശപ്രകാരം മാത്രമാണ് ഈ എല്ലാം കഴിക്കേണ്ടത്. ചിലത് കഴിച്ചു കഴിഞ്ഞാൽ വെളുക്കാൻ തേച്ചാൽ പാണ്ടായിത്തീരുന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഉപയോഗങ്ങൾ വിശദമായിട്ടൊന്ന് പറയാൻ പോകുന്നു, അത് ശ്രദ്ധിക്കുക. ഈ മാനസിക ഉല്ലാസത്തിനെന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. മനസ്സിന് സുഖം കിട്ടാനും സന്തോഷത്തോടുകൂടി ഇരിക്കാനും വേണ്ടി ബ്രഹ്മി നീര് 1 ഔൺസ് വീതം 7 മുതൽ 21 ദിവസം വരെ സേവിക്കുക എന്നുള്ള ഒരു ശീലമുണ്ട്. അതും ആയുർവേദത്തിൽ പെട്ടിട്ടുള്ളതാണ്. പിന്നെ അപസ്മാര രോഗത്തിന് ബ്രഹ്മി നീര് തേനിൽ ചാലിച്ച് കഴിക്കുക. ശരീരകാന്തിക്ക് ബ്രഹ്മി, കൊട്ടം, വയന, താമരവല്ലി, കടുക്കത്തോട് ഇവ പൊടിച്ച് തേനും നെയ്യും ചേർത്ത് സേവിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് കാന്തി എന്നതിലുള്ള ശരീരത്തിന് ഭംഗിയുണ്ടാകും. അതിന് ഉപയോഗിക്കുന്നതാണ്. ബ്രഹ്മിയുടെ നീര് 5 ml വീതം 10 ml വരെ അത്രയും തന്നെ വെണ്ണയോ നെയ്യോ ചേർത്ത് രാവിലെ കുട്ടികൾക്ക് പതിവായി കൊടുത്താൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഇതാണ് പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തിരുന്നത്. വെണ്ണയോ നെയ്യോ ചേർത്തിട്ട് ബ്രഹ്മിയുടെ നീര് കുട്ടികൾക്ക് ദിവസവും കൊടുക്കുക. ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടാവും, ഓർമ്മശക്തി വർദ്ധിക്കും. അപ്പോൾ ഈ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും കുടവൻ കൊടുക്കുന്ന പോലെ തന്നെ മുത്തിൽ എന്ന് പറയുന്ന കുടങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ബ്രഹ്മിയും കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിശക്തി കൂടുന്നുള്ളതാണ് പ്രത്യേകത.
ഈ ആയുർവേദ കടകളിൽ ഈ ബ്രഹ്മി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അരിഷ്ടങ്ങൾ കിട്ടും, നമുക്ക് അതിനെ കൊണ്ടുള്ള ലേഹ്യം കിട്ടും. ഇതിലെല്ലാത്തിലും പ്രധാനമായിട്ട് ഇപ്പോൾ ആയുർവേദ കട ചെന്നിട്ട് ബ്രഹ്മിയുടെ ലേഹ്യം തരാൻ പറഞ്ഞാൽ തരും, അരിഷ്ടം തരാൻ പറയും. അതിലെല്ലാം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബ്രഹ്മിയാണ്. അപ്പോൾ ഈ ബ്രഹ്മി നിസാരക്കാരനല്ല, അവനെ നമ്മൾ സംരക്ഷിക്കുക. കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം, വലിയവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബ്രഹ്മിനീര് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇവയൊന്നും നശിപ്പിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് ഇത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.